വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയി കാണാതായ 2 വള്ളങ്ങളും 8 പേരെയും കണ്ടെത്തി. 4 പേരെ രക്ഷപ്പെടുത്തി വിഴിഞ്ഞത്ത് എത്തിച്ചു. 2 വള്ളങ്ങളും കന്യാകുമാരിക്ക് സമീപമാണ് കണ്ടെത്തിയത്. ഒരു രാത്രിയും 2 പകലും ഉറ്റവർക്ക് വേണ്ടി കണ്ണീരോടെ കാത്തിരിക്കുകയായിരുന്നു ബന്ധുക്കൾ. രാവിലെ റോബിൻസന്റെ ഉടമസ്ഥതയിലുള്ള വള്ളത്തിലെ 4 പേരെയും ബന്ധപ്പെടാനായതോടെ നേരിയ ആശ്വാസം. ഫിഷറീസ് വകുപ്പിന്റെ റെസ്ക്യൂ ടീം, ലൈഫ് ഗാർഡുമാർ വൈകിട്ട് 4 മണിയോടെ 4 പേരെയും വിഴിഞ്ഞത്തെത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റി. കന്യാകുമാരിയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയാണ് മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തിയതെന്ന് ലൈഫ് ഗാർഡ് ജോർജ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കന്യാകുമാരി ഭാഗത്തു നിന്നും കുറച്ച് അവിടെ നിന്ന് ഒരു 4-3 മൈലേജ്, എങ്ങനെയെന്ന് പറഞ്ഞാൽ കിലോമീറ്റർ നോക്കാമെങ്കിൽ ഒരു 5-6 കിലോമീറ്ററിൻ്റെ ഇങ്ങോട്ട് ഉള്ള അകലത്തിലാണ് ഇവർ കണ്ടുകിട്ടിയത്. അവരുടെ പരിശ്രമമാണ് ഇന്ന് കണ്ടുകിട്ടെത്തിയത്. ഇല്ലെന്നുണ്ടെങ്കിൽ കിട്ടില്ല. കണ്ടപ്പം നല്ല സ്ട്രോങ് ആളാണ്, അതുകൊണ്ടാണ് ഇത്രയും പിടിച്ചിരുന്നത്. ഒരുമാതിരി ശേഷി കുറവുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ബോഡി അതായത് ഗതിയിൽ കിടന്നെങ്കിൽ. വൈകിട്ടോടെയാണ് ലാസറിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളത്തിലെ 4 പേരെ കുറിച്ച് വിവരം ലഭിച്ചത്. തമിഴ്നാട് കുളച്ചലിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയവരാണ് കന്യാകുമാരി ഭാഗത്ത് ഇവരെ കണ്ടത്. മറിഞ്ഞ വള്ളത്തിന് മുകളിൽ പിടിച്ച് വെള്ളത്തിൽ കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. തമിഴ്നാട് സംഘം തന്നെയാണ് വിഴിഞ്ഞത്ത് വിവരം അറിയിച്ചത്. 4 പേരെയും കരമാർഗം ഉടൻ നാട്ടിലെത്തിക്കും. സന്തോഷം, വളരെ വളരെ സന്തോഷം. അമ്മയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട്. വലിയ ആശ്വാസമായി. ദൈവത്തിന് 1000 കോടി നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത്രയ്ക്ക് 7 മക്കളുടെ പ്രാർത്ഥനയും കണ്ണീരും അമ്മ കണ്ട്. സന്തോഷമായി, സന്തോഷമായിട്ടേ ഇരിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഇന്നലെ തിരയിൽപ്പെട്ട് മറിഞ്ഞ വള്ളത്തിലെ സ്റ്റെല്ലസിനെ മാത്രമാണ് ഇനി കണ്ടെത്താനുള്ളത്. തെരച്ചിൽ പുരോഗമിക്കുകയാണ്. മന്ത്രി വി ശിവൻകുട്ടിയും ജില്ലാ കളക്ടർ അനുകുമാരിയും മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളെ സന്ദർശിച്ചു. കടൽ വെള്ളമാകെ കണ്ണീരുപ്പായിരുന്നു ഇന്നലെ മുതൽ. ആശ്വാസത്തിന്റെ കാറ്റ് വീശുകയാണ് ഇന്ന് വിഴിഞ്ഞത്ത്. ക്യാമറമാൻ രോഹിൻ രാജിനൊപ്പം VS അനുരാഗ്, ന്യൂസ് മലയാളം.